പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോർച്ചുഗൽ ആരാധകരെല്ലാം ഏറെ കാത്തിരുന്നൊരു ദിവസമായിരുന്നു. ഉസ്ബെക്കിസ്ഥാനെതിരെയുള്ള ഒരു നിർണായക മത്സരത്തിൽ ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് പോർച്ചുഗൽ വിജയിച്ചിരിക്കുകയാണ്. മത്സരം മുഴുവനും പോർച്ചുഗലിന്റെ കൺട്രോളിൽ തന്നെയായിരുന്നു. മാത്രമല്ല, നായകനായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇരട്ട ഗോളുകൾ നേടി അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. നിലവിൽ പോർച്ചുഗൽ ഇപ്പോൾ ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് 6 പോയിന്റുകളുമായി കൊളംബിയയാണ്. പോർച്ചുഗലിന്റെ അടുത്ത മത്സരം വരുന്നത് കൊളംബിയക്കെതിരെയാണ്. ഒരു മത്സരം ഏറെ നിർണായകം തന്നെയായിരിക്കും. പോർച്ചുഗലിനെ സംബന്ധിച്ച് ഗ്രൂപ്പിൽ 1ാമത് തന്നെ ഫിനിഷ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. ഇന്നലത്തെ മത്സരത്തിന് ശേഷം റൊണാൾഡോ ചില കാര്യമൊക്കെ പറഞ്ഞിരുന്നു. മെസ്സിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള റൊണാൾഡോയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ് എന്നായിരുന്നു. അതിനുശേഷം വന്നൊരു ചോദ്യമായിരുന്നു മെസ്സി റൊണാൾഡോ മത്സരം ഈ ഒരു വേൾഡ് കപ്പിൽ വരുമോ എന്നുള്ളത്. ഇതിനെങ്ങനെ ഉത്തരം നൽകണമെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. എന്നിരുന്നാലും അങ്ങനെ ഒരു മത്സരം വരികയാണെങ്കിൽ അത് മികച്ചതായിരിക്കുമെന്നാണ് റൊണാൾഡോ പറയുന്നത്. നിലവിൽ ഞങ്ങളെ സംബന്ധിച്ച് പ്രധാനം അടുത്ത മത്സരത്തിന് വേണ്ടി തയ്യാറെടുക്കുക എന്നതാണ്. അടുത്ത കൊളംബിയക്കെതിരെയുള്ള മത്സരം ടഫ് ഗെയിം ആയിരിക്കുമെന്നും റൊണാൾഡോ പറയുന്നുണ്ട്. താൻ നല്ലപോലെ കളിച്ചുവെന്നും ടീമിനെ വിജയിക്കാൻ താൻ സഹായിച്ചുവെന്നും റൊണാൾഡോ കൂട്ടിച്ചേർത്തു. അടുത്തൊരു വാർത്ത സൂപ്പർ താരം നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ബ്രസീൽ ആരാധകരെല്ലാം ഇന്നത്തെ സ്കോട്ട്ലൻഡിനെതിരെയുള്ള മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനുള്ള പ്രധാന കാരണം ഏറെ നാളുകൾക്ക് ശേഷമാണ് ബ്രസീലിന് വേണ്ടി നെയ്മർ കളിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് നടക്കാനായിട്ട് പോകുന്ന സ്കോട്ട്ലൻഡിനെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ അവൈലബിൾ ആണ്. പരിക്കിൽ നിന്നുമെല്ലാം നെയ്മർ പൂർണ്ണമായും മുക്തനായിട്ടുണ്ട്. ഈ ഒരു വേൾഡ് കപ്പിലെ നെയ്മറിന്റെ ആദ്യ മത്സരമായിരിക്കും ഇന്ന് സ്കോട്ട്ലൻഡിനെതിരായിട്ടുള്ള മത്സരം. നെയ്മറിന് ഇന്നത്തെ മത്സരത്തിൽ കളിക്കാൻ സാധിക്കുമെന്ന് പരിശീലകനായിട്ടുള്ള കാർലോ ആൻസലോട്ടി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നെയ്മറിന്റെ ഈ ഒരു വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിനായി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.